വെൽക്കം ടു ലേൺ മ്യൂറൽസ്. ഇന്ന് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത് ചുമർചിത്രങ്ങളിൽ സാധാരണയായി വരയ്ക്കുന്ന ഒരു ഡിസൈനാണ്, ലത. പലതരത്തിലുള്ള ലത ഡിസൈൻസ് ഉണ്ട്. സിമെട്രിക്കലായി 2 ഡയറക്ഷനിലേക്കും വരയ്ക്കുന്നതിന് സാധാരണ വള്ളി എന്നും പറയാറുണ്ട്. പലതരത്തിലുള്ള കളർ കോമ്പിനേഷൻസ് നമുക്ക് ഈ ഡിസൈനിൽ ഉപയോഗിക്കാം. ഇന്ന് ഞാനിവിടെ വരയ്ക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് വരച്ച് നോക്കാൻ പറ്റുന്നതുമാണ്. നമുക്ക് ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ലത വരയ്ക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു വേവി ആയിട്ടുള്ളൊരു ലൈനാണ് വരയ്ക്കുന്നത്. ഈ ഒരു ലൈൻ വരച്ചതിന് ശേഷം നമുക്കിതിൽ നിന്ന് ചെറിയ രീതിയിൽ ഇതുപോലെ പുറത്തേക്കായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ഡിസൈൻ ആയിട്ടുള്ളത് കൊടുക്കാനാണ്. ഇപ്പോൾ നമ്മൾ ഈ ബ്രാഞ്ച് പോലെ വരച്ചിരിക്കുന്ന ഈ ലൈൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും ഭാഗത്ത് ഞാൻ ഇതേപോലത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്ററിൽ വരുന്ന ഈ ഒരു പോർഷൻ മാത്രം അവിടെ വരച്ചിട്ടില്ല. ഇനി നമുക്കിനി അടുത്ത ഡിസൈൻ എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഡിസൈനിൽ നിന്ന് താഴ്ഭാഗത്തായിട്ടുള്ള രീതിയിൽ ഇതുപോലെ വരയ്ക്കാം. ഇനി ഇതിനിടയിൽ വരുന്ന ഗ്യാപ്പിലാണ് നമ്മൾ ഇനി അടുത്ത ഡിസൈൻ വരയ്ക്കുന്നത്. ഇത്രയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ സെൻറ്ററിലുള്ള പോർഷൻ ഒന്ന് വരയ്ക്കാം. ഇത്രയാണ് നമ്മൾ ലത സ്കെച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുള്ളത്. ഇനി നമുക്കിത് റെഡ് ഔട്ട്ലൈൻ ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റെഡ് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ബേൺ സിയനയുടെയും സ്കാർലറ്റ് ലേക്കിൻ്റെയും 1:1 എന്നുള്ള റേഷ്യോയിലുള്ള മിക്സാണ്. ലോങ് ഹെയർ ബ്രഷ് വെച്ചിട്ടാണ് ഞാനിവിടെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. ആദ്യം നമ്മൾ ഈ സെൻറ്ററിൽ നമ്മൾ വരച്ചിരുന്ന ആ ഒരു ബേസിക് ലൈനാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഓരോ ഡിസൈനായിട്ട് വരയ്ക്കാം.
നമ്മൾ റെഡ് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പെൻസിൽ ലൈൻസൊക്കെ റബ്ബ് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത കളേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പെൻസിൽ ലൈൻസൊക്കെ നന്നായി റബ്ബ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് യെല്ലോ വാഷാണ്. യെല്ലോ വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഡിസൈനിന് കൊടുക്കേണ്ട കളേഴ്സ് ഏതൊക്കെയാണെന്ന് ഡിസൈഡ് ചെയ്യണം. അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ യെല്ലോ വാഷ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ കാണുന്ന ഈ മെയിൻ ഡിസൈൻ, നമ്മൾ ആദ്യം വരച്ചിരുന്ന ഈ ഒരു മെയിൻ ഡിസൈനിന് എല്ലാത്തിനും ഒരു ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം അതിന് താഴെയായിട്ട് വരുന്ന ഈ ഒരു പോർഷന് യെല്ലോ ബേസ് ഇട്ടിട്ട് അതിന് റെഡിനെ കൊണ്ട് ഷെയ്ഡാണ് കൊടുക്കുന്നത്. പിന്നെ അതിനും താഴെയായിട്ട് വരുന്ന ഈ ഒരു പോർഷന് ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ബ്ലൂ കളർ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ യെല്ലോയുടെ വാഷ് വേണ്ട, ഡയറക്റ്റ് ബ്ലൂ കൊടുക്കുകയാണ്. പിന്നെ ഈ യെല്ലോ പാർട്ട് വരുന്ന ഭാഗത്ത്, റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്ന ഭാഗത്ത് അവിടെ നന്നായിട്ടൊരു 3 കോട്ട് നല്ല തിക്കിലുള്ള യെല്ലോ വാഷ് കൊടുക്കണം. പിന്നെ ഈ വരുന്ന ഭാഗത്ത്, ഗ്രീൻ വരുന്ന ഭാഗത്തിന് നമുക്കൊരു 2 കോട്ട് യെല്ലോയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇവിടെ മിക്സ് ചെയ്തിരിക്കുന്നത് യെല്ലോ ഓക്കറിൻ്റെയും പെർമനൻറ്റ് യെല്ലോ മീഡിയത്തിൻ്റെയും മിക്സാണ്. 60-40 എന്ന് പറയുന്ന രീതിയിൽ എടുത്തിരിക്കുന്നതാണ് ഈ മിക്സ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഓരോ ഭാഗത്തായിട്ട് ചെയ്യാം. ഇപ്പോൾ ഈ കൊടുക്കുന്ന ഫസ്റ്റ് കോട്ട് യെല്ലോ നമുക്ക് ഗ്രീൻ വരുന്ന പോർഷനിലും ആവശ്യമാണ്, അതേപോലെ റെഡിൻ്റെ ഷെയ്ഡ് വരുന്ന ഭാഗത്തും ആവശ്യമാണ്. ഫസ്റ്റ് കോട്ട് യെല്ലോ നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇത്രയും ചെയ്തിരിക്കുന്ന ഭാഗത്ത് സെക്കൻഡ് കോട്ട് യെല്ലോ കൂടെ കൊടുക്കണം. സെക്കൻഡ് കോട്ട് യെല്ലോ വാഷിന് നമ്മൾ ഇതേ കളർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് കോട്ട് യെല്ലോയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് കോട്ട് യെല്ലോ വാഷ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രീനിൻ്റെ പോർഷനിൽ ആവശ്യമായിട്ടുള്ള കളറാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട ഈ റെഡിൻ്റെ ഷെയ്ഡ് കൊടുക്കുന്ന ഭാഗത്ത് ഒരു കോട്ട് യെല്ലോ കൂടെ കൊടുക്കാനുണ്ട്. ഇതേ സെയിം കളർ തന്നെ എടുത്തിട്ട് ഈ റെഡ് വരുന്ന ഭാഗം മാത്രം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റെഡ് ഷെയ്ഡ് വരുന്ന ഭാഗത്തുള്ള 3ാമത്തെ കോട്ട് യെല്ലോയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കളർ ഡിഫറൻസ് ഈ രണ്ട് കോട്ട് ചെയ്തതിനും 3 കോട്ട് ചെയ്തതിനും ഉള്ളിൽ നമുക്ക് കാണാം. ഇനി നമുക്കിത് റെഡിൻ്റെ ഷെയ്ഡിംഗ് ആണ് കൊടുക്കാനുള്ളത്. റെഡിൻ്റെ ഷെയ്ഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം ഔട്ട്ലൈൻ ഇട്ടിരുന്ന അതേ കളർ തന്നെയാണ് എടുക്കുന്നത്. റെഡിൻ്റെ മിക്സ്, അതേ മിക്സ് വെച്ച് നമ്മളിവിടെ ആദ്യം ഔട്ട്ലൈൻ ഇടണം. ഈ റെഡിൻ്റെ ഔട്ട്ലൈൻ ഇട്ടത് ഡ്രൈ ആവുന്നതിന് മുമ്പേ വെള്ളം മാത്രം എടുത്തിട്ട് അതൊന്ന് ഡിസോൾവ് ചെയ്ത് കൊടുക്കണം. ഈ മെത്തേഡിൽ ഈ റെഡിൻ്റെ ഷെയ്ഡിങ് വരേണ്ട ഭാഗമൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. റെഡിൻ്റെ ഷെയ്ഡിങ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്രീനിൻ്റെ ഷെയ്ഡിങ് ആണ്. ഗ്രീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് സാപ്പ് ഗ്രീനാണ്. 70-30 എന്നുള്ള റേഷ്യോയിലാണ് എടുക്കുന്നത്. അതായത് 30% സാപ്പ് ഗ്രീനും 70% നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നന്നായിട്ട് തിക്കായിട്ടുണ്ടായിരുന്ന ഈ ഒരു യെല്ലോയാണ്. ഈ യെല്ലോ എന്ന് പറഞ്ഞാൽ ഓക്കർ യെല്ലോയുടെയും
പെർമനൻറ്റ് യെല്ലോ മീഡിയത്തിൻ്റെയും മിക്സാണ്. ഇതാണ് നമ്മൾ ഗ്രീനിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ഗ്രീനിൻ്റെ ഫസ്റ്റ് വാഷ് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ റെഡിൻ്റെ പോർഷൻ ചെയ്തതുപോലെ ഒരു ഷെയ്ഡിംഗ് ആണ് ഗ്രീനിനും കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സാപ്പ് ഗ്രീൻ തന്നെയാണ് എടുക്കുന്നത്. ഇതിൽ യെല്ലോ മിക്സ് ചെയ്യാതെ ഡയറക്റ്റ് സാപ്പ് ഗ്രീനാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിലേക്കൊരു 3 ഡ്രോപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നു. ഈ കളർ വെച്ചാണ് നമ്മളിനി ഷെയ്ഡിങ് കൊടുക്കേണ്ടത്. ആദ്യം നമ്മളിപ്പം കൊടുത്തിരിക്കുന്ന ഗ്രീനിൻ്റെ പോർഷൻ നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഷെയ്ഡിങ് കൊടുക്കാം. ആദ്യം ഇതുപോലെ ഔട്ട്ലൈൻ കൊടുക്കുക. അത് ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഷെയ്ഡിങ് ചെയ്തെടുക്കാം. ഇതേ മെത്തേഡിൽ ബാക്കിയുള്ള എല്ലാ ഗ്രീനും നമുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഗ്രീനിൻ്റെ പോർഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ബ്ലൂ വരുന്ന പോർഷൻസാണ്. അതെങ്ങനെയാണ് കളർ മിക്സ് ചെയ്യുന്നത് നോക്കാം. ബ്ലൂ വാഷിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് പ്രഷ്യൻ ബ്ലൂ ആണ്. പ്രഷ്യൻ ബ്ലൂയുടെ വളരെ ചെറിയൊരു പോർഷൻ എടുത്ത് അതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ലൈറ്റാക്കി എടുക്കുന്നത്. വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് 5 ഡ്രോപ്സ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. വളരെ കുറച്ച് മാത്രം പെയിൻറ് എടുത്തിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് വാഷാണ് ബ്ലൂയുടെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഷെയ്ഡിങ് ചെയ്യാൻ നമ്മൾ പ്രഷ്യൻ ബ്ലൂ തന്നെ തിക്കായിട്ടാണ് എടുക്കുന്നത്. ഇത്രയും ഞാൻ പ്രഷ്യൻ ബ്ലൂ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളം മാത്രം എടുത്തിട്ട് ഇതൊന്ന് ഡിസോൾവ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ പാർട്ടും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബ്ലൂ ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത്
ബ്ലാക്ക് കൊണ്ടുള്ള ഔട്ട്ലൈനിങ് ആണ്. ബ്ലാക്ക് ഔട്ട്ലൈനിങ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അക്രിലിക് ബ്ലാക്ക് ആണ്. ഇപ്പം നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈൻ ഇട്ട് ലത കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ക്രിയേറ്റീവായ രീതിയിൽ നമുക്ക് ഈ ഡിസൈൻ ചിത്രങ്ങളിൽ വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കളർ കോമ്പിനേഷൻസ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ഒന്ന് വരച്ച് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.